ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. പൊങ്കാല നിവേദ്യ ചടങ്ങ് പൂർത്തിയായി. 350ഓളം പൂജാരികളെയാണ് നിവേദ്യ ചടങ്ങിനായി നിയോഗിച്ചത്. രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. തോറ്റം പാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. ക്ഷേത്ര പരിസരം കൂടാതെ നഗരവീഥികളിലും ഭവനങ്ങളിലുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിച്ചത്. ചന്ദ്രഗ്രഹണമായതിനാൽ ഇന്ന് വൈകുന്നേരം 3:10 മുതൽ 7 മണിവരെ ക്ഷേത്രദർശനം ഉണ്ടായിരിക്കില്ല. പൊങ്കാലയ്ക്ക് ശേഷം ഭക്തർ മടങ്ങിത്തുടങ്ങിയതോടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. മേയർ VV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 3500ഓളം തൊഴിലാളികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ സേന നിലവിൽ ശക്തമായ ആക്രമണം നടത്തുന്നതായാണ് റിപ്പോർട്ട്. ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം. UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിലെ US വ്യോമത്താവളത്തിന്റെ കമാൻഡ് കെട്ടിടം തകർത്തതായി ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു. 70 ഇറാനിയൻ മിസൈലുകളും 59 ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തടഞ്ഞതായി ബഹ്റൈൻ അറിയിച്ചു. സൗദിയിലെ റിയാദിൽ US എംബസിക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ചെറിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു. വിദേശ കപ്പലുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഖത്തറിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ തൃശൂർ ചാവക്കാട് സ്വദേശി ഹിഷാം എന്നയാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഇദ്ദേഹത്തിന്റെ കൈയിലെ ശസ്ത്രക്രിയ കഴിഞ്ഞെന്നും നിലവിൽ ആശുപത്രിയിലാണെന്നും നോർക്ക അറിയിച്ചു. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ GCC രാജ്യങ്ങളിലെ ലോക കേരള സഭ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് ഓൺലൈൻ യോഗം ചേരും. ഗൾഫ് മലയാളികളുടെ നിലവിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ചേരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ ദുബായിൽ നിന്നുള്ള ആദ്യ എയർ ഇന്ത്യ വിമാനം ഇന്ന് ന്യൂഡൽഹിയിലെത്തി. 149 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് UAEയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസമായി. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും വിമാന കമ്പനികൾ സുരക്ഷാ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ റെഗുലർ സർവീസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിൽ ഈ മാസം 5, 6 തീയതികളിൽ നടത്താനിരുന്ന 10, 12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾ മാറ്റിവച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, സൗദി, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE അറിയിച്ചു. മാറ്റിവെച്ച പരീക്ഷകൾ എന്ന് നടക്കുമെന്ന കാര്യം ബോർഡ് പിന്നീട് അറിയിക്കും. ഈ മാസം 7-ാം തീയതി മുതൽ നടക്കേണ്ട പരീക്ഷകളുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ബോർഡ് അറിയിച്ചു. ശക്തമായ സമ്പദ് വ്യവസ്ഥയിലൂടെ ലോകത്തിന് ഇന്ത്യ പ്രതീക്ഷ പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സുസ്ഥിരവും ശക്തവുമാക്കുക എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിച്ച ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ അവസരങ്ങളുടെ വലിയ ജാലകം തുറന്നിടുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. പൂർണ്ണ ചന്ദ്രഗ്രഹണം രാജ്യത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. വൈകുന്നേരം 3:20 തുടങ്ങി വൈകുന്നേരം 6:47 ഇത് അവസാനിക്കുക. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു നേർരേഖയിൽ വരികയും ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളിൽ വളരെ പ്രധാനമായ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തെ വാനനിരീക്ഷകരും ജ്യോതിശാസ്ത്രജ്ഞരും ഏറെ താൽപര്യത്തോടെയാണ് കാത്തിരിക്കുന്നത്. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന പരാതിയിൽ റിമാൻഡിലുള്ള 5 KSU പ്രവർത്തകരുടെ ജാമ്യ ഹർജി കോടതി തള്ളി. കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇന്നലെ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടിരുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും ഇത്തരം കൃത്രിമ വീഡിയോകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.